ബദാമ ചേർക്കും. അപ്പൊ ബദാം പരിപ്പാണ് നമ്മളിപ്പോ പൊടിച്ചു ചേർക്കട്ടോ. ഓരോന്ന് കൃത്യമായി ചേർത്ത് കൃത്യനിഷ്ഠ ഉണ്ടാക്കുന്ന ഔഷധമാണ്. ഇതിന് യാതൊരു കെമിക്കലോ രാസപദാർത്ഥങ്ങളോ മോശപ്പെട്ട ഒരു സാധനമല്ല. ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ആവശ്യമായ ഔഷധങ്ങളാണ്. എന്നാൽ ഇത് പണ്ട് കാലം നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ എന്താ അറിയോ, നമ്മളെ ദാരിദ്ര്യത്തിനും കൂടി ഇതാരും വാങ്ങി കഴിക്കാറില്ല. എന്നാൽ ഇന്ന് നമുക്ക് നാട്ടിൽ സുലഭമായിട്ടുള്ള ഔഷധമാണ്. തുടങ്ങിയിട്ട് നല്ല എല്ലാവരും അന്വേഷിച്ച് വാങ്ങുന്നുണ്ട്. മനസ്സിലായോ? ഞാൻ പണ്ടേ തുടങ്ങണമെന്ന് ആൾക്കാർ പറയും. കള്ളുടി അത് വിട്ടാൽ ദിവസം ഒരു 3 മാസം കഴിച്ചാൽ മതി. 3 മാസം കഴിക്കാൻ പറ്റുമോ? പിന്നെ ആ ചോദ്യം ചോദിക്കരുത് സുഹൃത്തെ. അത് ബുദ്ധിയല്ലേ? ചോദിക്കണീന്ന് അർത്ഥം വേണ്ടേ? ഇതാണ് എല്ലാം ആവശ്യത്തിന് കൃത്യമായ അളവിൽ ചേർത്തുണ്ടാക്കുന്ന ഔഷധമാണ്. യാതൊരു കെമിക്കലോ രാസപദാർത്ഥമോ ഇല്ല. എന്നാൽ ഇത്രയും സാധനം നമ്മളൊരു പുസ്തകത്തിൽ നോക്കിയാൽ കാണൂല. അതുപോലെ തന്നെ ഇതിലെല്ലാം തന്നെ നമ്മൾ പച്ചയായിട്ട് കഴിക്കുന്ന വസ്തുക്കളാണ്. ബദാം പരിപ്പ് നമ്മൾ പച്ചയായി കഴിക്കും, അണ്ടിപ്പരിപ്പ് നമ്മൾ പച്ചയായി കഴിക്കും, മുന്തിരി നമ്മൾ പച്ചയായി കഴിക്കും, നെല്ലിക്ക നമ്മൾ കഴിക്കാറുണ്ട്. അപ്പൊ ഇതാണ് അണ്ടിപ്പരിപ്പേട. അണ്ടിപ്പരിപ്പ് സ്ഥിരമായി കഴിച്ചാൽ ഉത്തേജശക്തി കൂടും, ഞരമ്പുകളിൽ ശക്തി കിട്ടും. നേരത്തെ മൂപ്പര് പറഞ്ഞില്ലേ എന്ത്, ശരീരത്തിലെ ആൽക്കഹോളിനെ നിയന്ത്രിക്കാൻ നല്ല സാധനമാണ് അത് ഈ അണ്ടിപ്പരിപ്പ്. അതാണ് പണ്ട് പൈസക്കാരൊക്കെ മദ്യം കഴിക്കുമ്പോ ഒപ്പം എന്താ കഴിക്കുക, അണ്ടിപ്പരിപ്പ് കഴിക്കും. വെറുതെ എല്ലാവരും കേട്ടോ. ഒരു വിചാരിച്ച കണ്ടത് അപ്പൊ കടല ചേർക്കുന്നുണ്ട്, ബദാം ചേർക്കും. ഇത് കുറച്ച് നമ്മളെ തൈലാകുന്ന അത്രയും കടലൊക്കെ എണ്ണ ഉണ്ടാവും. അതുകൊണ്ട് അത് കാശ് കൊടുക്കും. ഇത് ചേർക്കുന്ന സാധനമാണ് മുന്തിരി. എല്ലാം കൃത്യമായ അളവിലെടുക്കണം, ആവശ്യത്തിന് ചേർക്കുക. ഞങ്ങൾ പറയുന്നത് ഇതെല്ലാം കൃത്യമായി പൊടിച്ച് കൃത്യമായി ഉണ്ടാക്കുന്ന ഔഷധം. ശോധന ഉണ്ടാവും, അതുപോലെ രക്തം ശുദ്ധീകരിക്കും. കൂടാതെ പ്രമേഹ രോഗികൾക്ക് നെല്ലിക്ക വളരെ നല്ലതാണ്. കുട്ടികൾക്ക് മുട്ടായിക്ക വാങ്ങിക്കൊടുക്കണേ ബെസ്റ്റ് സാധനമാണ്. എന്താ ചെയ്യുന്നറിയോ, 10-20 റുപ്യ 30 റുപ്യ കിലോന്ന് നെല്ലിക്ക നമ്മൾ വാങ്ങാൻ കിട്ടുമ്പോൾ നെല്ലിക്ക വാങ്ങുക, ചെറുതായിട്ട് പുഴുങ്ങുക, എന്നിട്ട് ലേശം തേനിലോ അല്ലെങ്കിൽ പഞ്ചസാരയോ ഇട്ട് വെക്കുക. 2 ദിവസം കഴിഞ്ഞിട്ട് നിഴലിട്ട് ഉണക്കുക. വെയിലത്തിട്ട് ഉണക്കരുത്, വെയിലത്തിട്ട് ഉണക്കുക, കറുപ്പടിച്ചു പോകും. എന്നിട്ട് കുട്ടികൾക്ക് തന്നെ കൊടുത്താൽ ഒരു മുട്ടായിൻ്റെ ആവശ്യമില്ല കേട്ടോ. മുട്ടായൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ കെമിക്കലും മോശപ്പെട്ട വസ്തുക്കളാണ്. ഇതാണ് നെല്ലിക്ക. അകത്ത് കഴിച്ചാൽ ഒരുപാട് ഗുണം കിട്ടും കേട്ടോ. ഒരുപാട് ഗുണം എന്ന് പറഞ്ഞാൽ മാറാവ്യാധി മാറും, പകർച്ചവ്യാധി, കുഷ്ഠരോഗം എന്ന് മാറുന്നല്ല പറയും. നമ്മുടെ ദൈനംദിന നമ്മുടെ ശരീരത്തിന് ആവശ്യമായ മൂല്യങ്ങൾ വളരെ ഗുണം ചെയ്യുന്ന ഔഷധമാണ്. അതുപോലെ തന്നെ പ്രതിരോധ ശക്തി ഉണ്ടാകാൻ, ഉത്തേജ ശക്തി ഉണ്ടാകാൻ, ഞരമ്പുകൾക്ക് ശക്തി കിട്ടാൻ, തളർന്ന ഞരമ്പുകൾക്ക് ശക്തി കിട്ടുന്ന സാധനമാണ് നമ്മളെ വാൽനട്ട്. ഇതാണ് സാധനം.
ഓരോന്നും ആവശ്യത്തിന് ചേർത്ത് ഇതിങ്ങനെ മൂടുക. എന്നിട്ട് നമ്മൾ കൈകളെ അപ്പൊ ഇനി ചേർക്കുന്ന സാധനം എന്താണ്? അത്തിപ്പഴം. കേട്ടുണ്ടോ? അത്തിപ്പഴം കഴിച്ചാൽ 41 രോഗങ്ങൾ ഗുണം കിട്ടുന്നതാണ്. അത്തിപ്പഴത്തിനെ പറ്റി പരിശുദ്ധ ഖുറാനിൽ അത്തിപ്പഴത്തിനെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബൈബിളിൽ അത്തിപ്പഴത്തിനെ പറ്റി പറയുന്നുണ്ട്. എന്നാൽ അത്തിപ്പഴത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താ പറയുക? മൂത്രാശയ രോഗങ്ങളെ മാറ്റിയെടുക്കാൻ, ഉഷ്ണരോഗികൾക്ക്, അതായത് മൂത്രത്തിൽ പഴുപ്പ്, സ്ഥിരമായിട്ട് മൂത്രത്തിൽ പഴുപ്പ്, ഇതൊക്കെ നമ്മൾ രാത്രി കിടക്കുമ്പോൾ വെള്ളത്തിലിടുക. ഇത് രാവിലെ കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ പ്രസവിച്ച സ്ത്രീകൾ കൊടുക്കാം കേട്ടോ. ശാരീരികമായി ഗുണം ചെയ്തൊരു ഔഷധം. അത്തിപ്പഴം ആമാശയങ്ങളെ മാറ്റിയെടുക്കാൻ, ശോധന ഉണ്ടാക്കാൻ, രക്തശുദ്ധി ഉണ്ടാക്കാൻ, രക്തത്തിൽ അമിതമായ ജലാംശങ്ങളെ ഇല്ലാതാക്കാൻ, കൂടാതെ രക്തത്തിന്റെ അണുക്കള് കമ്മിയായാൽ അടിച്ച് കുടിക്കൊക്കെ നല്ലതാണ്. ഈ പോത്തിറച്ചി, ആട്ടിറച്ചിയും കോഴി, മീനൊക്കെ വാങ്ങിക്കില്ല, ഇടയ്ക്ക് കഴിക്കണേക്കാൾ ബെസ്റ്റാണ്. മന്തിക കഴിക്കില്ല, മന്തിനേക്കാൾ ബെസ്റ്റാണ്. ഇതാണ് കിവി. ഇത് നമ്മളെ കാശ്മീരിൽ വനാന്തരങ്ങളൊക്കെ ഉണ്ടാകുന്ന സാധനമാണ്. അപ്പൊ നമ്മൾ നാട്ടിലൊക്കെ ചെയ്യുന്നുണ്ടോ? ഇതാണ് കിവി. ഇനി ചേർക്കാവുന്ന സാധനമാണ് ഈത്തപ്പഴം. കേട്ടോ, ഈത്തപ്പഴം വളരെ നല്ലൊരു ഔഷധമാണ്. പ്രതിരോധ ശക്തി ഉണ്ടാകുന്നതും ഊർജം നൽകുന്ന സാധനം. രാവിലെയൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. അപ്പൊ ഈത്തപ്പഴം കിവി എന്ന് പറഞ്ഞാല് നമ്മൾ ശോധന ഉണ്ടാക്കാൻ, അൾസർ രോഗം അതെല്ലാം ഭംഗിയായി പൊടിച്ച് കൃത്യമായി ഉണ്ടാക്കുന്ന ഔഷധം. അത് പൊടിയുമായിട്ടൊന്ന് മിക്സ് ആക്കണം വേണ്ടേ? കാരണം എല്ലാവർക്കും കിട്ടണം. അപ്പൊ നമ്മളിത് മിക്സ് ആക്കാൻ പോവാൻ. അപ്പൊ ഇനി ശ്രദ്ധിച്ചോളിട്ടോ. ഇനിയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അതായത് നമ്മൾ ആദ്യം ആടുകൾ മിക്സ് ആക്കാൻ പോകുന്നത് നിങ്ങൾ അണ്ടിപ്പരിപ്പ്, ബദാം പരിപ്പ്, കടല, 3 എണ്ണമാണ് തിരിച്ചത്. 3 എണ്ണം കൂടി നമ്മൾ മിക്സ് ആക്കുക. അതേമാതിരി നന്നായിട്ട് മിക്സ് ആക്കുക. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്ന സാധനം എന്താ അറിയാം? നെല്ലിക്കയും നമ്മുടെ മുന്തിരി, നെല്ലിക്കയും മുന്തിരിയും. അതിന് ചേർക്കാൻ പോകുന്ന സാധനമാണ് ഈത്തപ്പഴം, വാൽനട്ട്, കിവി, അത്തിപ്പഴം. ഈ 3 ഔഷധങ്ങളാണ് ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത്. മൂന്നും ചേർത്ത് ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്ന സാധന കറികൾ കരിപ്പെട്ടി. കേട്ടല്ലോ, കരിപ്പെട്ടി. പണ്ട് ആൾക്കാർ പറഞ്ഞ് ചാരായം കാച്ചാനാണ്. എന്നാൽ കരിപ്പെട്ടിക്ക് ഒരുപാട് ഗുണം കിട്ടും. ഒരുപാട് ഗുണമുള്ള സാധനമാണ് കരിപ്പെട്ടി. ഇതാണ് കരിപ്പെട്ടി. അപ്പൊ കരിപ്പടി ചേർത്തിട്ടോ. ഒന്നും മൂടി ഒരാളൊന്ന് സഹായിക്കാം. നമ്മളിതൊന്ന് വെറുതെ പിടിച്ചാൽ മതി. ഒന്ന് പിടിക്കാൻ ഞാൻ ആയുധം മാറ്റണം. അരങ്ങ് അത് പിടിച്ചു.
ന്യായികം പോലെ മാറ്റണം. ഇതിങ്ങനെ ഇങ്ങനെ ഇളക്കുക. ഒന്ന് ചെറുതായിട്ട് തിരിച്ചോടി കച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 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 ഇങ്ങനെ ഇങ്ങനെ തിരിക്കാം ചെറുതായിട്ട് ഇങ്ങനെ 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 ചെറുതായിട്ട്. ആ നമുക്ക് ഈ വക്കത്തൊക്കെ പ്രതിരോധ ശക്തി ഉണ്ടാവും. മൂലവ്യാധികൾക്ക് നല്ലതാണ്, പ്രമേഹ രോഗങ്ങൾക്ക് നല്ലതാണ്, പ്രതിരോധ ശക്തി ഉണ്ടാക്കാൻ നല്ലതാണ്. ഇതാണ് കരിഞ്ചീരകം. ഇതാണ് നമ്മുടെ പെരിഞ്ചീരകത്തെ മാറ്റിയെടുക്കാൻ, ദഹനേന്ദ്രിയ ശക്തി നൽകാൻ, വിശപ്പിനെ പ്രദാനം ചെയ്യാൻ, വായുനാറ്റമില്ലാതാക്കാൻ നല്ല ഔഷധം. ഇതാണ് നമ്മുടെ നല്ല ജീരകം. നെഞ്ചിലുണ്ടാകുന്ന കഫക്കെട്ടുകളെ മാറ്റിയെടുക്കാൻ, നെഞ്ചിലുണ്ടാകുന്ന നീർക്കെട്ടുകളെ മാറ്റിയെടുക്കാൻ, ശ്വാസകോശം പ്രദാനം ചെയ്യാൻ നല്ല ജീരകം വളരെ ശക്തമായ ഔഷധം. നല്ല ജീരകം. അപ്പൊ 3 സാധനങ്ങൾ ചേർത്ത് ഈ ചേർക്കുമ്പോൾ എന്താണെന്ന് അറിയാം, ചുക്ക്. ചുക്ക് സ്ഥിരമായിട്ട് ഒരു മനുഷ്യൻ കഴിച്ചാൽ വയോവൃദ്ധന്മാർ പോലും വടികിട്ടാണ്. വയോവൃദ്ധന്മാർ പോലും വടികുത്താൻ നടക്കാൻ പറ്റുന്ന സാധനമാണ് ചുക്ക് കുടിക്കും. ചുക്ക് സ്ഥിരമായി വെള്ളം തിളപ്പിച്ച് കുടിക്കണം. ഇനി ചേർക്കുന്ന കറുത്ത മുളക്. ഇതാണ് കറുത്ത മുത്ത്, കുരുമുളക് എന്ന് പറയുന്നത്. മുറിക്കുക. അഭിനയാണ് നീ ഒന്നും കൂടി മിക്സ് ആക്കാം. അപ്പുറത്തെ കലം ഈയുടെ പുറത്താണ് പുസ്തം. ഞാൻ നാട്ടിൽ പറയും പട്ടിത്തേന്. കാരണം മറ്റേ വലിയ തേനി ഉപയോഗിക്കണമെങ്കിലേ ചിലപ്പോൾ അങ്ങനെ കാശ് ഉണ്ടാവില്ല. കണ്ടിട്ടുണ്ടോ, നമുക്ക് നഷ്ടം വരും. നഷ്ടം കച്ചവടം ചെയ്യാൻ പാടില്ല. ഉള്ളത് പറഞ്ഞിട്ടേ കിട്ടുള്ളൂ. ഇനി ചേർക്കാൻ പോകുന്ന സാധനം കാര്യങ്ങള് ഏലപ്പൊടി. കേട്ടല്ലോ, ഏലം ശരിക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം എന്താ അറിയോ, ശരീരത്തിലുണ്ടാകുന്ന വിയർപ്പ് നാറ്റത്തെ ഇല്ലാതാക്കാൻ ഏലപ്പൊടി നല്ല ഉഷാറാണ്. രണ്ടാമത്തെ കാര്യം എന്താ അറിയോ, ആമവാദം, സന്ധിവാദ രോഗങ്ങളെ മാറ്റിയെടുക്കാൻ നല്ല ഉഷാറാണ്. മൂന്നാമത്തെ കാര്യം എന്താ അറിയോ, നിങ്ങൾക്ക് പറ്റിയതാണ്, ഉത്തേജന ശക്തി കൂടും. കറാമ്പട്ടിയും കറാമ്പൂ അതൊന്നും നീക്കാൻ. അതുപോലെ ജാതിക്കും ശരിക്കും വെള്ളം പതിപ്പിച്ച് കുടിച്ചാൽ തന്നെ വയാഗ്ര ആവശ്യം വരില്ല. ഇതാണ് കറാമ്പൂട്ട, നല്ല കറാമ്പൂ. കറാമ്പൂ. ഇനി ചേർക്കുന്ന സാധനമാണ് ജാതിക്ക. അതിനാണെന്നറിയോ, നല്ല വിശപ്പുണ്ടാവും ജാതിക്ക. ജാതിക്കപ്പൊടി. ഇതാണ് ജാതിക്ക. ഇപ്പൊ എല്ലാ മരുന്നും ആവശ്യത്തിന് ചേർത്തു. ഇനി നമ്മൾ ഒന്നും കൂടി മിക്സ് ആക്കുന്നു. എനിക്കറിയില്ല, അത് ഞാൻ പറയില്ല. അത് തരായിട്ട് വേറെ അതായിട്ടില്ല. നിങ്ങൾക്ക് ആർക്കും നടക്കാൻ തോന്നുന്നു. ഇത് നല്ല മിക്സിങ്ങിനാണ് നമുക്ക് ആവശ്യം. മരം പിടിച്ചിട്ടില്ല. നന്നായിട്ട് ഇളക്കും, നന്നായിട്ട് ഇളക്കും, നന്നായിട്ട് മിക്സ് ആക്കും എല്ലാവർക്കും. അപ്പൊ നമ്മൾക്ക് മിക്സ് ആക്കി കിട്ടാം. ഇനി നമുക്ക് നേരത്തെ കഴിക്കാത്ത ആൾക്കാർ ആ കൈ ഒന്ന് കാണിച്ചാൽ. നേരത്തെ കഴിക്കാത്ത ആൾക്കാർ ആരെ കഴിക്കാത്ത കഴിച്ചോ? അത് ചവച്ചരച്ച് കഴിച്ചോട്ടാ.
എല്ലാവരും കഴിക്കാം. എരി ഉപ്പ് മുളകൊക്കെ ഉണ്ടോ നോക്കി അല്ലെങ്കിൽ ചേർക്കാം. എല്ലാവർക്കും തരും. ഇവിടെ തീരൂലത് പിന്നെ നമ്മൾ സാമ്പിൾ കൊടുത്തിട്ട് ദാനം എല്ലാവർക്കും കൊടുത്താൽ കഴിഞ്ഞു. ആ കുട്ടികൾക്ക് മക്കൾക്ക് ചവച്ചേരി കഴിക്കാം. ചവച്ചേരി കഴിക്കാം. നല്ല കഴിച്ചോളൂ. ഇനി നമുക്ക് രണ്ട് കാര്യങ്ങൾ. ഒന്ന് വില, മറ്റൊന്ന് ഗുണം. ഗുണം എന്ന് പറഞ്ഞാല് ആദ്യമായിട്ട് തന്നെ പറയാം, മാറാവ്യാധി മാറും, പാർശ്വവ്യാധി മാറും, കുഷ്ഠം മാറും, അസൂയ മാറും, കുശുമ മാറും അല്ല. ഇന്നൊന്നൊരു പാട്ടിൽ വാങ്ങി ഇന്ന് 2 ടീസ്പൂൺ വെച്ചു വേറെ വല്ല പരിപാടി നടത്താം എന്നും ചിന്തിക്കണ്ട. ഇതൊക്കെ കിട്ടുന്ന ഏറ്റവും ഫസ്റ്റ് കിട്ടും. 1, 2, 3 ദിവസങ്ങൾ ഉപയോഗിച്ചാൽ വിശപ്പുണ്ടാവും, ശോധന ഉണ്ടാവും, വയറ്റിലെ പുണ്ണുകളെ മാറ്റിയെടുക്കാം, കൂടാതെ നല്ല ക്ഷീണം മാറും. അതുപോലെ തന്നെ നമ്മളെ ശാരീരികമായി നല്ല ഉന്മേഷമൊക്കെ ഉണ്ടാവും. സ്ഥിരമായിട്ട് നിങ്ങൾ കഴിക്കാൻ തയ്യാറായാലോ നമ്മളെ കൈകാലുകൾക്ക് ബലം കിട്ടും. നല്ല വിറ്റാമിൻസ് ഏറ്റവും അനിവാര്യമായ ഔഷധമാണ്. കയ്യിലും കാലൊക്കെ നല്ല ബലം കിട്ടും, നല്ല രക്തമുണ്ടാവും, രക്ത സർക്കുലേഷൻ ഉണ്ടാവും. കൂടാതെ സ്ത്രീ പുരുഷന്മാർക്ക് ഉണ്ടാവുന്ന ഉഷസമാരോഗ്യങ്ങൾ, വെള്ളമൂക്കുള്ള സ്ത്രീകൾ, അസ്ഥികളുള്ള സ്ത്രീകൾ, അതുപോലെ തന്നെ മൂലവ്യാധി കൊണ്ട് കഷ്ടപ്പെടുന്നവർ, അതുപോലെ മെൻസസ് കാരണം വയറുള്ള പെണ്ണുങ്ങൾ, അതുപോലെ പ്രസവിച്ച സ്ത്രീകൾക്ക് മുലപ്പാല് കമ്മിയായാൽ അതിന് കൊടുക്കാം. ഇങ്ങനെയുള്ള ചെറിയൊരു ടോണിക്കാണിത്. എല്ലാവർക്കും ഉപയോഗിക്കാം. ഇതിന്റെ വില എത്രയാണെന്ന് അറിയണ്ട്? വില അറിയാം അല്ലേ? വില അറിയതാ കേട്ടോ? ഒന്ന് പിടിച്ചാൽ ഒരാളൊന്ന് പിടിച്ച ആരെങ്കിലും ഒരാൾ ഇത് നറുക്കാണ് കേട്ടാ. നമ്മളെന്നെ നറുക്കാണ്, നമ്മളെന്നെ കൊടുക്കാണ്. ഇത് അളവിലും തൂക്കത്തിലും കമ്മി ഉണ്ടാവില്ല. ഇതിപ്പോ 560 ഗ്രാമാണ്. സാധാരണ 500 ഗ്രാമാണ്. ഇനി നിങ്ങൾക്ക് ഇത് വീണ്ടും ആവശ്യമായി വന്നാൽ ഞങ്ങൾ ഫോൺ നമ്പർ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇതിൽ വാട്സപ്പ് ഉണ്ട്. ഇതിൽ നിങ്ങളുടെ പിൻകോഡ്, അഡ്രസ്, പേരുകൾ അയച്ചെന്നാൽ മൈമാരിങ്ങൾക്ക് അയച്ചു തരും. അപ്പൊ എന്താ വരാന്ന് പറഞ്ഞാൽ 500 ഗ്രാം 560 റുപ്യ എന്ന് പറഞ്ഞാൽ 60 റുപ്യ സർവീസ് ചാർജും 500 റുപ്യ മൈമാരിക്കും. എന്നാൽ ഇന്ന് ഇവിടെ വെച്ച് ആദ്യമായി സഹിക്കുന്ന ഒരു 10 ആളുകൾക്ക് മാത്രം 600 ഗ്രാം ഇവിടെ നിറച്ചാൽ കൊടുക്കും. എന്താ അതിന്റെ വില എന്ന് പറയുന്നത്? ഒരു 500 റുപ്യ. ഒരു 500 റുപ്യ മുടക്കാൻ കാശുള്ളവരുടെ അവിടെ പൈസ ഉള്ളവർക്ക് മുടക്കാൻ ഒരു 500 റുപ്യ ഒരു 500 റുപ്യ നമ്മുടെ ശരീരത്തിന് വേണ്ടി ചെലവാക്കുന്ന ഗ്രാമാണ് 500 റുപ്യ. ഇതെല്ലാ മനുഷ്യനും ഉപകരിക്കും. ഏത് മനുഷ്യനും ഉപകരിക്കും. നമുക്കൊരു 700 ഗ്രാം 700 300 ഗ്രാം 300 അതങ്ങനെ 600 ഗ്രാം 600 ഗ്രാം ഉണ്ടാവും കേട്ടോ. തൈലം പേടിക്കാം. അതെ, അതായത് നമ്മളെന്നും കൃത്യമായിട്ട് പറഞ്ഞാൽ എന്നും നമുക്ക് അരിവാണ്. ഇത് തൽക്കാല ലാഭത്തുള്ള എപ്പോഴും കിട്ടില്ല. അതെല്ലാം കുട്ടികൾക്ക് രസം കൊടുത്താൽ